കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സിൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്: f of x equal to matrix cos x minus sin x 0, sin x cos x 0, 0, 0, 1. So that f of x into f of y equal to f of x plus y. ഇതിലാദ്യം f of x അറിയാലോ, f of y എഴുതണം. f of y equal to matrix, ഇതിനകത്ത് ഈ വേരിയബിൾ x മാറ്റി y ആകുന്നു. അപ്പോൾ cos y മൈനസ് sin y 0, sin y cos y 0, 0, 0, 1. ഇതാണ് f of y. ഇനി f of x ഇൻറ്റു f of y, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. f of x ഇൻറ്റു f of y ആകുമ്പോൾ ഫസ്റ്റ് മെട്രിക്സ് f of x എന്ന മെട്രിക്സ് ഏതാണ്? cos x മൈനസ് sin x 0, sin x cos x 0, 0, 0, 1 ഇൻറ്റു f of y. f of y ആകുമ്പോൾ cos y മൈനസ് sin y 0, sin y cos y 0, 0, 0, 1 ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം ഫസ്റ്റ് റോ, അതറിയാമല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, റോ ബൈ കോളം, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. cos x ഇൻറ്റു cos y, cos x ഇൻറ്റു cos y പ്ലസ് അടുത്ത sin x ഇൻറ്റു sin y. ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ മൈനസ് വരും. മൈനസ് sin x sin y 0, 0. അത് എഴുതേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, മൈനസ് cos x sin y മൈനസ് sin x cos y. അടുത്തത് 0, അത് എഴുതണ്ട. അടുത്തത് cos x ഇൻറ്റു 0, 0, മൈനസ് sin x ഇൻറ്റു 0, 0, 0 ഇൻറ്റു 1, 0. അപ്പോൾ അത് ഫുൾ 0 ആയിട്ടാണ് മാറും. അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, sin x ഇൻറ്റു cos y, sin x ഇൻറ്റു cos y പ്ലസ് cos x ഇൻറ്റു sin y, cos x ഇൻറ്റു sin y. അടുത്തത് 0. അടുത്ത സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അപ്പോൾ അവിടെ മൈനസ് sin x ഇൻറ്റു sin y പ്ലസ് cos x ഇൻറ്റു cos y. അടുത്ത 0, അതെഴുതാം. അടുത്തത് സെക്കൻഡ് റോ ബൈ തേർഡ് കോളം, sin x ഇൻറ്റു 0, 0, cos x ഇൻറ്റു 0, 0, 0 ഇൻറ്റു 1, 0. അത് ഫുൾ 0 ആയിട്ട് മാറും. അടുത്ത ലാസ്റ്റ് റോ 0 ഇൻറ്റു cos y 0, 0 ഇൻറ്റു sin y 0, 1 ഇൻറ്റു 0, 0. അത് 0 ആയിട്ട് മാറും. അടുത്ത 0 ഇൻറ്റു മൈനസ് sin y 0, 0 ഇൻറ്റു cos y 0, പ്ലസ് 1 ഇൻറ്റു 0, 0. അതും 0 ആയിട്ട് മാറും. അടുത്ത ലാസ്റ്റ് തേർഡ് കോളം ചെയ്യുമ്പോൾ 0, 0, 1 ഇൻറ്റു 1, 1 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതുമ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഫോർമുല, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? cos x cos y മൈനസ് sin x sin y. എന്താണ്? cos x ഇൻറ്റു cos y മൈനസ് sin x ഇൻറ്റു sin y. cos എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? cos x പ്ലസ് y എന്നല്ലേ പഠിച്ചിരുന്നു? cos x പ്ലസ് y ഈക്വൽ ടു cos x cos y മൈനസ് sin x sin y. ഇവിടെയാണെങ്കിൽ നമുക്കൊരു മൈനസ് കോമൺ എടുക്കാം. ഇവിടെ മൈനസ് കോമൺ എടുത്താൽ sin x cos y പ്ലസ് cos x sin y അങ്ങനെ കിട്ടും. sin x cos y പ്ലസ് cos x sin y. അതെന്താണ്? sin x പ്ലസ് y ആണ്. sin x പ്ലസ് y. അടുത്തത് 0 തന്നെയാണ്. ഇവിടെ നോക്കിയാൽ sin x cos y പ്ലസ് cos x sin y അതും എന്താണ്?
സൈൻ എക്സ് പ്ലസ് വൈ ആണ്. ഇവിടെയും കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആദ്യം ചെയ്തു. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ അതെന്താണ്? കോസ് എക്സ് പ്ലസ് വൈ തന്നെയാണ്. കോസ് എക്സ് പ്ലസ് വൈ. അടുത്തത് 0. അടുത്തത് 0 0 1. അപ്പോൾ ഇങ്ങനെ കിട്ടി. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈക്വൽ ടു കിട്ടിക്കഴിഞ്ഞു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ശരിയാണോ? എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് വൈ ആയോ? നോക്കൂ, കോസ് എക്സ് ഇവിടെ എന്തായി? കോസ് എക്സ് പ്ലസ് വൈ ആയി. മൈനസ് സൈൻ എക്സ് ഇവിടെ എന്തായി? മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ആയി. അടുത്ത 0. രണ്ടാമത്തെ റോയിൽ സൈൻ എക്സ് പ്ലസ് വൈ, കോസ് എക്സ് പ്ലസ് വൈ 0 0 0 1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് എഫ് ഓഫ് എന്താകുന്നു? എക്സ് പ്ലസ് വൈ ആകുന്നു. അപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ കണ്ടപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. മനസ്സിലാവുമല്ലോ? ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഒന്ന് കുറിച്ച് വയ്ക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 3 minus 2 4 minus 2 and I equal to matrix identity matrix. അതായത് നമ്മൾ പഠിച്ചതാണ് 1 0 0 1. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ ഒരു റിലേഷൻ പറയുന്നുണ്ട്. സോ ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു ഐ എ മൈനസ് 2i. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. എ ഈക്വൽ ടു മാട്രിക്സ് 3 minus 2 4 minus 2. എ എന്നത് ഒരു 2/2 മാട്രിക്സ് ആണ്. അടുത്ത I2 ഐഡൻറ്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ് തന്നിട്ടുള്ളത്. മാട്രിക്സ് 1 0 0 1. കണ്ടുപിടിക്കേണ്ടത് കെ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ക്വസ്റ്റ്യൻ എഴുതിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു ഐ എ എന്നല്ല, അത് ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. കെ എ. എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i. ഇതാണ് ഇവിടെ വന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഈ റിലേഷനിൽ കൊടുത്തുകൊണ്ടാണ് കെ കണ്ടുപിടിക്കുന്നത്. ആദ്യം എ സ്ക്വയർ കാണും. എ എന്താണ്? 3 minus 2 4 minus 2 ഇൻറ്റു വീണ്ടും എ 3 minus 2 4 minus 2. ഇതാണ് എ സ്ക്വയർ. എ ഇൻറ്റു എ ആണ് എ സ്ക്വയർ. അല്ലാതെ ഓരോ എലമെൻറ്റിൻ്റെയും സ്ക്വയർ എഴുതി വയ്ക്കരുത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 3 into 3 9 minus 2 into 4 അവിടെ -8 അറിയാമല്ലോ. അടുത്ത 3 into -2 -6 plus 4. അടുത്തത് സെക്കൻഡ് റോ എടുക്കുമ്പോൾ 4 into 3 12 -8. 4 into -2 -8 plus 4 ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ 1 -6 plus 4 ആകുമ്പോൾ -2 12 -8 ആകുമ്പോൾ 4 -8 plus 4 ആകുമ്പോൾ 4. ഇതാണ് എ സ്ക്വയർ. ഇനി നമുക്ക് എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കൊടുക്കാം. എ സ്ക്വയർ 1 -2 4 4 ഈക്വൽ ടു കെ എ. ഇവിടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കെ എ എന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സിൽ ഓരോ എലമെൻറ്റിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ് വരുന്നത്? 3k -2k 4k -2k ഇങ്ങനെ വരും. ഇതാണ് കെ എ. എ എന്ന മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3k -2k 4k -2k. റിലേഷൻ ഇതാണ്. എ സ്ക്വയർ എഴുതി ഈക്വൽ ടു കെ എ മൈനസ് 2i. i 1 0 0 1 ആണ്. അപ്പോൾ 2i എന്ന് പറഞ്ഞാൽ 2 0 0 2i 2 0 0 2. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് 1 -2
4 4 ഈക്വൽ ടു ഇത് മൈനസ് ചെയ്യാം. ഇത് മൈനസ് ചെയ്യുമ്പോൾ 3k മൈനസ് 2, അടുത്ത മൈനസ് 2k മൈനസ് 0, അത് മൈനസ് 2k, 4k മൈനസ് 0 4k, മൈനസ് 2k മൈനസ് 2. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരെണ്ണം ഇക്വേറ്റ് ചെയ്താൽ മതി. ഏത് വേണോ ചെയ്യാം, ഇതിൽ ഏതെടുത്തും ചെയ്യാം. എനിക്കിപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഇതാണ്. കണ്ടോ, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യും. 4k ഈക്വൽ ടു 4, ദെൻ k ഈക്വൽ ടു 4/4 ഈക്വൽ ടു 1. ഇതെടുത്ത് ചെയ്താലും എല്ലാം ആൻസർ കെയുടെ വാല്യൂ എന്ത് തന്നെ കിട്ടും, 1 തന്നെ കിട്ടും. ഒന്നും കൂടി, എ എന്ന ഒരു മെട്രിക്സ് അറിയാം, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് അറിയാം, കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, റിലേഷൻ എന്താണ്, a² ഈക്വൽ ടു KA മൈനസ് 2i. അപ്പോൾ ആദ്യം a² കാണുന്നു, മെട്രിക്സ് a ഇൻറ്റു a 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്തു, ഈ ആൻസർ കിട്ടി. ഇനി ആ റിലേഷനിലേക്ക് കൊടുക്കുമ്പോൾ a² ഈക്വൽ ടു KA, ഓരോ എലമെൻറ്റിനെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് 2002. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ ഇത് മൈനസ് ചെയ്ത് ടേംസ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പം 4k ഈക്വൽ ടു 4, ദെൻ k ഈക്വൽ ടു 4/4 ഈക്വൽ ടു 1. മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ഒരു 30 സെക്കൻഡ് സമയം തരും. ക്ലാസ് തീർന്നു എന്ന് പറഞ്ഞ് പോകരുത്. ഇത് എഴുതിയതിന് ശേഷം അടുത്തതിലേക്ക് വരും. അപ്പോൾ ബാക്കി ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് ഹോംവർക്കായിട്ട് ചെയ്തോളണം. ഇനി നമുക്ക് പുതിയൊരു സെക്ഷനിലേക്ക് പോവാം. ഇനി പഠിക്കാനുള്ളത് ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് അറിയാമോ, കേട്ടിട്ടുണ്ടോ? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് സിമ്പിളാണ്. എ ഈക്വൽ ടു, ഞാനിപ്പോൾ ജനറൽ ഫോമിൽ പറയുകയാണ്, എ ഈക്വൽ ടു A11 A12 A21 A22. ഇങ്ങനെ ഒരു മെട്രിക്സ് പറയുന്നു, 2/2 മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസ്, ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതാൻ പറഞ്ഞാൽ എ ട്രാൻസ്പോസിന് ഒന്നുകിൽ ടി ഇങ്ങനെ എഴുതാം. എ മുകളിലൊരു ടി കൊടുത്താൽ എ ട്രാൻസ്പോസ് എന്ന് വായിക്കാം. അപ്പോൾ ടെക്സ്റ്റിനകത്ത് ഒരു ഡാഷാണ് ഇട്ടേക്കുന്നത്, വരാം, എ ഡാഷ്, എ ട്രാൻസ്പോസ് എന്ന് വായിക്കാം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ്. ഏത് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണോ എഴുതേണ്ടത് ആ മെട്രിക്സിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്. അപ്പോൾ ഇവിടുത്തെ കോളം റോ ആക്കി എഴുതിയാൽ മതി. A11 A21 A12 A22. ഇതിനെയാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായി. 2/2 തന്നെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. എ ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എഴുതാൻ പറഞ്ഞാൽ മെട്രിക്സ് ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക, 1 2, സെക്കൻഡ് റോ സെക്കൻഡ് കോളം 3 4. ഇതാണ് എ ട്രാൻസ്പോസ്. മനസ്സിലായല്ലോ. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്. റോ കോളമാക്കി എഴുതുക, അല്ലെങ്കിൽ കോളം റോ ആക്കി എഴുതുക. ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്ന, ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അതൊന്ന് കുറിച്ച് വയ്ക്കാം. ഇനി ഒരു 3/3 മെട്രിക്സിൽ ട്രാൻസ്പോസ് പറയുന്നത്. അപ്പോൾ ജനറൽ ഫോം ആദ്യം പറയാം. എ ഈക്വൽ ടു മെട്രിക്സ് A11 A12 A13 A21 A22 A23 A31 A32 A33. ഇതാണ് ഈ. ഇവിടെ വന്ന് എ ട്രാൻസ്പോസ് കാണുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കി എഴുതുക. A11 A12 A13 A21 A22 A23 A31 A32 A33. ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എ ട്രാൻസ്പോസ്. മനസ്സിലായല്ലോ. ഇതിൽ നമുക്ക് നമ്പേഴ്സ് മാറ്റിയിട്ടാലും ഇതുപോലെ തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഏത് ഓർഡറിൽ വന്നാലും റോയും കോളവും പരസ്പരം മാറ്റിയാൽ മതി. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്. 1 2 0 0 0 2 1 3 1. ഇതിൻ്റെ ട്രാൻസ്പോസ് ആകുമ്പോൾ എങ്ങനെ വരും? ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കി എഴുതുക. 1 2 0, സെക്കൻഡ് റോ സെക്കൻഡ് കോളം 0 0 2, തേർഡ് റോ തേർഡ് കോളം 1 3 1.
അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്പോസ് എഴുതുന്നത്. ഒരു ഓർഡർ ഒന്നുമില്ല, ഏത് ഓർഡറിൽ വന്നാലും നമുക്ക് ട്രാൻസ്പോസ് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി, ഒരു മെട്രിക്സ് എടുക്കുമ്പോൾ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയി. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് ഒരു പ്രാവശ്യം കൂടി വീണ്ടും അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് ആദ്യ മെട്രിക്സ് തന്നെയായിരിക്കും. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്? എ ആണ്. അതിന് എക്സാമ്പിൾ, ഇപ്പോൾ എ ഈക്വൽ ടു മാട്രിക്സ് 1 0 2 3. ഞാനിതിൻ്റെ ട്രാൻസ്പോസ് കാണുന്നു. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മാട്രിക്സ് 1 0, ഫസ്റ്റ് കോളം 1 0 2 3. ഒരു പ്രാവശ്യം കൂടി ട്രാൻസ്പോസ് കാണുന്നു. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു മാട്രിക്സ് വീണ്ടും ഈ ഫസ്റ്റ് കോളം 1 2 0 3. ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടപ്പോൾ തിരിച്ച് എന്ത് തന്നെ കിട്ടി? നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എടുത്ത എ എന്ന മെട്രിക്സ് 1 0 2 3 തന്നെ കിട്ടുന്നു. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഒന്ന് എഴുതി നോക്കാം, എഴുതി വയ്ക്കാം. അടുത്ത പ്രോപ്പർട്ടി പഠിക്കാനുള്ളത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ എ ഈക്വൽ ഞാൻ 2/2 തന്നെ പറയുന്നു. അപ്പോൾ എഴുതാനുള്ള സൗകര്യത്തിനാണ് 2/2 തന്നെ പറയുന്നത്. 1 2 0 2. ബി എന്ന മെട്രിക്സ് ബി ഈക്വൽ ടു മെട്രിക്സ് 1 3 3 0 ഇങ്ങനെ പറയും. ആദ്യം എ പ്ലസ് ബി കണ്ടുപിടിക്കും. എ പ്ലസ് ബി ഈക്വൽ ടു മെട്രിക്സ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. എയും ബിയും 1 1 2 അല്ലേ. 2 + 3 5 0 + 3 3 2 + 0 2. ഇതാണ് എ പ്ലസ് ബി. ഇനി എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കാണുന്നു. ഇതിൻ്റെ ട്രാൻസ്പോസ് കാണുക. അപ്പോൾ എന്ത് വരും? 2 5 3 2. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എ ട്രാൻസ്പോസ് ആദ്യം എഴുതുന്നു. എ ട്രാൻസ്പോസ് 1 2 0 2. ബി ട്രാൻസ്പോസ് എഴുതുന്നു 1 3 3 0. എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 1 + 1 2 0 + 3 3 2 + 3 5 2 + 0 2. കണ്ടു? ഈ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് തന്നെയാണ്. ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? രണ്ടാമത്തെ പ്രോപ്പർട്ടി, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ആദ്യം പഠിച്ചത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. രണ്ടാമത് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതിപ്പോൾ എക്സാമ്പിളൊന്നും വേണ്ട, ഇങ്ങനെ നോക്കിയാൽ മതി. കെ ഇൻറ്റു എ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ട്രാൻസ്പോസ് കണ്ടാലും ട്രാൻസ്പോസ് കണ്ടതിന് ശേഷം ആ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ ആൻസർ തന്നെയാണ്. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്, കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയും കോളവും പരസ്പരം ചേഞ്ച് ചെയ്ത് എഴുതുക. ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതും ഒന്ന് എഴുതി വയ്ക്കാം എക്സാമ്പിളല്ലേ. ഇനി ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അത് പിന്നെ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും, എന്നാലും ഞാൻ അതിൻ്റെ ആ ഒരു ഫോർമുലയായിട്ട് പറയുന്നു. എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു
ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഇപ്പം അഡീഷനിലാണെങ്കിൽ ആ ഓർഡറിലങ്ങ് എഴുതാം. മൾട്ടിപ്ലിക്കേഷനിൽ ഇപ്പോൾ എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരുമ്പോൾ അതിന് ആദ്യം ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അതൊരു ഹോംവർക്കായിട്ടൊരു ക്വസ്റ്റ്യൻ തരാം, അതെല്ലാവരും ചെയ്യണം. അത് എഴുതി വയ്ക്കുക. എ ഈക്വൽ ടു മെട്രിക്സ് -2 4 5 ആൻഡ് ബി ഈക്വൽ ടു മെട്രിക്സ് 1 3 -6. അപ്പോൾ ഇതിൽ ഷോ ദാറ്റ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, ചെയ്തു വയ്ക്കണം. ഹോംവർക്കാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൽ രണ്ട് കാര്യവും കൂടി ആകുമ്പോൾ ഈ ട്രാൻസ്പോസ് എന്ന ഒരു സെക്ഷൻ തീരും. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്കും ഉണ്ട്, പിന്നെന്തുണ്ട്, സ്ക്യൂ സിമെട്രിക്കും ഉണ്ട്. വേറൊന്നുമില്ല. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കും. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ ആ മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടിയാൽ അതിനെയാണ് എന്ത് പറയുന്നത്, സിമെട്രിക് എന്ന് പറയും. സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ -a കിട്ടിയാൽ, അതിൻ്റെ നെഗറ്റീവ് കിട്ടിയാൽ അതിനെ എന്ത് പറയും, ക്യൂ സിമെട്രിക് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കും. ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും, -a. അപ്പോൾ ഈ രണ്ട് കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ടെക്സ്റ്റിനകത്തുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാണ്, ശ്രദ്ധിക്കണം. എ ഈക്വൽ ടു മെട്രിക്സ് √3 2 3 2 -1.5 -1. അടുത്തത് 3 -1 1. ഇത് സിമെട്രിക് ആണോ? സിമെട്രിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്, എക്സാമ്പിളാണ്. അപ്പോൾ ഞാനിതിൻ്റെ എ ട്രാൻസ്പോസ് കണ്ടു നോക്കിയാണ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കണം. അപ്പോൾ √3 2 3 2 -1.5 -1 3 -1 1. ഇതാണ് എ ട്രാൻസ്പോസ്. ഈ എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് എന്ത് തന്നെയാണ്, ആ ക്വസ്റ്റ്യൻ എ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. സിമെട്രിക്. ഇനി ഞാൻ സ്ക്യൂ സിമെട്രിക്കിന് ഒരു എക്സാമ്പിൾ, അത് ടെക്സ്റ്റിനകത്തുള്ള ഒരു എക്സാമ്പിൾ ചെയ്യാണ്. നോക്കിക്കൊള്ളണം. ബി ഈക്വൽ ടു മെട്രിക്സ് 0 E F -E 0 G -F -G 0. ഇതാണ് ബി. ഇവിടെ നിന്ന് ബി ട്രാൻസ്പോസ് കാണാം. ഈക്വൽ ടു മെട്രിക്സ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുന്നു. 0 E F -E 0 G -F -G 0 ഈക്വൽ ടു ബി ട്രാൻസ്പോസ് കണ്ടിട്ട് ഇവിടെ നിന്നൊരു മൈനസ് കോമൺ എടുത്താലോ, എല്ലാ ടൈമിൽ നിന്നും മൈനസും എടുത്താൽ 0 E F -E 0 G -F -G 0. കണ്ടോ, മൈനസ് ബി തന്നെയല്ലേ കിട്ടുന്നത്. ബി എന്ന മെട്രിക്സ് അല്ലേ, മൈനസ് കോമൺ എടുത്താൽ എന്ന് പറഞ്ഞാൽ ബിക്കകത്ത് വരുന്ന ഓരോ എലമെൻറ്റിൻ്റെയും നെഗറ്റീവായി മാറുന്നു. ഏതിൽ, ബി ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു -b എന്ന് കിട്ടി. അതുകൊണ്ട് ഈ മെട്രിക്സ് എന്താണെന്ന് പറയും, സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയും. അപ്പോൾ സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കണം. സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് വരുന്നു, -a എന്ന് വരുന്നു. ഇതൊന്ന് നോട്ട് ചെയ്യാം. നമുക്ക്
നമുക്കിനി ടെക്സ്റ്റിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കുക, എ ഈക്വൽ ടു മെട്രിക്സ് -1 2 3 5 7 9 -2 1 1. B equal to matrix -4 1 -5 1 2 0 1 3 1. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അടുത്ത എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ഇത് രണ്ടും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് എ ഈക്വൽ ടു 3/3 മെട്രിക്സ് ആണ്. ബി മറ്റൊരു 3/3 മെട്രിക്സ് ആണ്. ആദ്യം കാണേണ്ടത് എന്താണ്? എ പ്ലസ് ബി. എയും ബിയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ -5 3 അറിയാലോ. അങ്ങനെ എയും ബിയും ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു. എന്നിട്ട് എ ട്രാൻസ്പോസും കാണണം, ബി ട്രാൻസ്പോസും കാണണം. രണ്ടും കൂടി ആഡ് ചെയ്യണം. രണ്ടും സെയിം ആയിരിക്കും. അതുപോലെ എന്ത് ചെയ്യണം? എ എന്ന ഈ മെട്രിക്സിൽ നിന്ന് ബി മൈനസ് ചെയ്യണം. എന്നിട്ട് ട്രാൻസ്പോസ് കാണണം. അപ്പോൾ കിട്ടുന്ന ആൻസറും എ ട്രാൻസ്പോസിൽ നിന്ന് ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഇന്ന് ഇത്രയും മതി. ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. ഓക്കെ.